ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MISലെ വേരിയസ് അപ്രോച്ചസ് ടു MIS സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കിലെ തേർഡ് വണ്ണാണ്. അതായത് MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ ഈ 3 ലെവലിലേക്കും ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻ MIS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ലെവലിലുള്ള മാനേജേഴ്സും എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസും ഒരുപോലെ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഓരോ മാനേജ്മെൻറ്റ് ലെവലിനും ഓരോ മാനേജ്മെൻറ്റ് ഫങ്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുക. എല്ലാവർക്കും ഒരേ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് തന്നെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്പറേഷണൽ ലെവലിൽ ഓപ്പറേഷൻസ് ആക്ടിവിറ്റീസൊക്കെ ആയിരിക്കും അവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് കാരണം തന്നെ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഓരോ ലെവലിലുള്ളവർക്ക് ഓരോ ഇൻഫർമേഷൻ ആയിരിക്കും ആവശ്യം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ MISൻ്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെയും എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ ലെവൽസ് കാണിച്ചുകൊണ്ടും എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആണുള്ളത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് കൺട്രോൾ, അതല്ലെങ്കിൽ ടാക്ടിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയും, പിന്നെ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. ഇങ്ങനെ 3 ലെവൽസാണ് ഉള്ളത്. സോ ഇതിൽ ഫസ്റ്റ് വൺ നോക്കാം, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. അവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് അതർ ചീഫ് എക്സിക്യൂട്ടീവ്സ്. ദേ ആർ ദ ഹയസ്റ്റ് റാങ്കിങ് ഓഫീസേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇവിടെ ഉള്ളത് ഓർഗനൈസേഷനിലെ ടോപ്പ് മോസ്റ്റ് റാങ്കിങ് ഉള്ള ഓഫീസേഴ്സ് ആയിരിക്കും. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ്സും ഒക്കെ ആയിരിക്കും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെയുള്ള മാനേജേഴ്സ്, അതായത് സ്ട്രാറ്റജിക് മാനേജേഴ്സ് മേക്ക് ഡിസിഷൻ ദാറ്റ് എഫക്ട് ദ എൻറ്റയർ ഓർഗനൈസേഷൻ ആൻഡ് ദയർ ഡിസിഷൻസ് മേ ഓൾസോ ലീവ് ലോങ് ടേം ഇമ്പാക്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇവർ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും? ഒരു ഓർഗനൈസേഷനെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളെ പറ്റിയായിരിക്കും ഇവർ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഡിസിഷൻസിന് ലോങ് ടേം ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഓർഗനൈസേഷനിൽ. അതായത് ഇവർ ഫ്യൂച്ചറിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക, അല്ലാതെ ഷോർട്ട് ടേമിലേക്കുള്ളത് ആകില്ല. ആൻഡ് ഡിസിഷൻസ് ഓഫ് ദിസ് ടൈപ്സ് ആർ മെയ്ഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് യൂഷ്വലി ഇൻവോൾവ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഡിസിഷൻ എടുക്കുന്നത് ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഇപ്പോൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും ഫ്യൂച്ചറിലും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഇവർ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമായിട്ട് വരും. അതായത് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്, അത്രയും പൈസ മുടക്കിയിട്ടായിരിക്കും ഇവരുടെ ഡിസിഷൻസൊക്കെ നടപ്പിലാക്കേണ്ടി വരിക. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഡെവലപ്പിംഗ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിൽ ഒരു പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആരാണ് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. അതുപോലെ ദ ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് എബ്രോഡ്, അതായത് വിദേശത്ത് വല്ല ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത് ബ്രാഞ്ച് ഓപ്പൺ ആക്കുകയാണ്. അത് കഴിഞ്ഞാൽ മേജേഴ്സ് ആൻഡ് എക്വിസിഷൻ, എന്താണ്? ഈ കമ്പനി വേറൊരു കമ്പനിയായി കൂടിച്ചേരുകയോ അല്ലെങ്കിൽ ഈ കമ്പനി വേറൊരു കമ്പനിയെ ഏറ്റെടുക്കുകയോ ചെയ്യുകയാണ്. ഇതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്ട്രാറ്റജിക് ലെവലിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആരാണ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് മാനേജ്മെൻറ്റ് കൺട്രോൾ ഓർ ടാക്ടിക്കൽ മാനേജ്മെൻറ്റ്. ഇത് വന്നിട്ട് നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെയാണ് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് കൺട്രോൾ ലെവൽ ഓർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ഇൻവോൾവ് ഫിനാൻഷ്യൽ ഓർ പേഴ്സണൽ കൺസിഡറേഷൻ. സോ ഈ ലെവലിലുള്ള ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക? പേഴ്സണൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസിഡറേഷൻ ഉള്ളതായിരിക്കും. ആൻഡ് ദേ ഡെവലപ്പ് മീഡിയം റേഞ്ച് പ്ലാൻസ് ആൻഡ് ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദയർ ഡിപ്പാർട്ട്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകളാണ് പ്രിപ്പയർ ചെയ്യുകയെങ്കിൽ ഇവിടെ എന്താണ്? മീഡിയം റേഞ്ച് പ്ലാൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് വല്ലാണ്ട് ലോങ്ങും അല്ല, അതുപോലെ തന്നെ വല്ലാണ്ട് ഷോർട്ട് ടേമിലേക്കുള്ളതും ആയിരിക്കില്ല. പിന്നെ അവർ ആ മിഡിൽ ലെവലിൻ്റെ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഏതൊക്കെയാണോ അതിന് വേണ്ട പ്ലാനുകളായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനത്തെ ഡിസിഷനായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ദീസ് മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ദ ബെസ്റ്റ് ഓപ്പറേഷണൽ മെഷേഴ്സ് ടു അക്കംപ്ലിഷ് ദ സ്ട്രാറ്റജിക് ഡിസിഷൻ സെറ്റ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഡിസിഷൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിസിഷൻസ് നടപ്പിലാക്കുന്നത് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലുള്ളവരാണ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസും ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാം അതിന് വേണ്ട മെഷേഴ്സ് എല്ലാം എടുക്കുന്നത് ഈ ലെവലിലുള്ള ടാക്ടിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മിഡിൽ ലെവലിലുള്ള മാനേജേഴ്സ് ആയിരിക്കും. ആൻഡ് ദേ മേക്ക് പ്ലാൻസ് ആൻഡ് കമ്പയർ ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്.
അതിലെന്താ പറയുന്നത്, അവരാദ്യം പ്ലാൻ ചെയ്ത ശേഷം ഡിസിഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒരു സ്റ്റാൻഡേർഡ്, അതായത് ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയില്ലേ, കമ്പാരിസൺ പേർപ്പസിന് ഒരു സ്റ്റാൻഡേർഡ് തയ്യാറാക്കി വെക്കും. അതായത് ഇങ്ങനെ ഇത്ര പെർഫോമൻസ് എങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ദെൻ അവരുടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനുകളൊക്കെ ഡിസിഷൻസൊക്കെ എടുത്തു കഴിഞ്ഞ് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാണ്. അപ്പോൾ അവരെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ നേരത്തെ തയ്യാറാക്കി വെച്ച സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ദെൻ ദേ ഡിറ്റർമിൻ വേരിയൻസസ് ഇഫ് എനി ആൻഡ് ടേക്ക് റെമഡിയൽ മെഷേഴ്സ് ടു അവോയ്ഡ് ദം ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഈ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യണു പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വല്ല വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസം വരാൻ, നമ്മുടെ പെർഫോമൻസ് കുറഞ്ഞു പോയി പിന്നോട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സും കൂടെ എടുക്കണം. അതാണ് ഇതിൽ പറയുന്നത്. ഇനി ഈ ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റ് ലെവലിലുള്ളവർ എടുക്കുന്ന ഒരു ഡിസിഷൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു കമ്പ്യൂട്ടറൈസ് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഓപ്പറേഷണൽ മാനേജേഴ്സ് ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ അക്വിസിഷൻ ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ടു ദ സ്റ്റാഫ് അണ്ടർ ദം. അതായത് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷണൽ മാനേജേഴ്സാണ് ഡിസിഷൻസ് എടുക്കുക. എന്തിൻ്റെയൊക്കെ, എവിടുന്നൊക്കെ ഹാർഡ്വെയർ കൊണ്ടുവരണം, എവിടുന്നൊക്കെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഹ്യൂമൻ ഓപ്പറേറ്റേഴ്സ് വേണം. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫിന് എങ്ങനെയൊക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരായിരിക്കും തീരുമാനിക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. സോ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഓർ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് റുട്ടീൻ ആക്ടിവിറ്റീസ്, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിപ്പറ്റേറ്റീവ് നേച്ചറിലുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ ഡീല് ചെയ്യുന്നത്. ദേ മേക്ക് ഷോർട്ട് ടേം പ്ലാൻസ് ടു ക്യാരി ഔട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മോർ ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും, ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതല്ലെങ്കിൽ ഷോർട്ട് ടേം നേച്ചറിലുള്ളതായിരിക്കും ഇവരുടെ പ്ലാൻസ് എന്ന് പറയുന്നത്. ദേ ആർ ഇൻ ചാർജ് ഓഫ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് സബോർഡിനേറ്റ്സ്. അവർക്ക് ഒരു ചെറിയ ഗ്രൂപ്പ് സബോർഡിനേറ്റ്സേ ഉണ്ടായിരിക്കുള്ളൂ, അവരുടെ കാര്യങ്ങൾ മാത്രം അവർക്ക് നോക്കിയാൽ മതി. ആൻഡ് ദീസ് മാനേജേഴ്സ് ഇംപ്ലിമെൻറ്റ്സ് ദ പോളിസീസ് ഹാൻഡഡ് ഓവർ ടു ദം ബൈ ദയർ സുപ്പീരിയേഴ്സ്. നമ്മൾ പറഞ്ഞിരുന്നു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്ത തീരുമാനങ്ങൾ ആരെ അക്കംപ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ അവർ ഓർഡേഴ്സും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നത് ടോപ്പ് ലെവലിൽ നിന്നാണ്. മിഡിൽ ലെവൽക്കാർ ഈ ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻസൊക്കെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലോവർ ലെവലിലുള്ള മാനേജ്മെൻറ്റ് ആരിൽ നിന്നൊക്കെയാണ് ഈ ഒപ്പീനിയൻ സ്വീകരിക്കുക അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുക ആരിൽ നിന്നൊക്കെയാണ്, ടോപ്പ് ലെവലും മിഡിൽ ലെവലും. ഇവർ രണ്ടുപേരും ആയിരിക്കും ഈ ലോവർ ലെവലിൻ്റെ സുപ്പീരിയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വിത്തിൻ ദീസ് പോളിസീസ് ദേ മേക്ക് ഡിസിഷൻസ് ദാറ്റ് എഫക്ട് ദെയർ സ്മോൾ യൂണിറ്റ്സ് ഫോർ എ ഷോർട്ട് പീരീഡ്. അപ്പോൾ ഈ സുപ്പീരിയേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട അവരുടെ ആവശ്യമായിട്ടുള്ള ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എല്ലാം ഏറ്റെടുത്ത് ചെയ്യും. ഇവരുടെ ഇതിൽ എക്സാമ്പിൾ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് പേറോൾ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കില്ല എംപ്ലോയീസിൻ്റെ, അതും പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റും ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ലെവൽ ആൻഡ് ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ്. അതായത് ഓരോരോ മാനേജ്മെൻറ്റ് ലെവലിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ദ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ മാനേജ്മെൻറ്റ് ലെവലിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ, വ്യത്യസ്തമായിരിക്കും. ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ് ആർ ദ ട്രഡീഷണൽ മാനേജ്മെൻറ്റ് ലെവൽസ്. നമുക്കറിയാം ഏതൊക്കെയാണ് മൂന്ന് മെയിൻ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ലെവലുകൾ ഏതൊക്കെയാണ്, ടോപ്പ്, മിഡിൽ ആൻഡ് ഓപ്പറേറ്റിംഗ്, അതല്ലെങ്കിൽ ലോവർ ലെവൽ. ദെൻ ദ മോഡൽ ഓഫ് മാനേജീരിയൽ പിരമിഡ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ റോബർട്ട് എൻ ആൻ്റണി. റോബർട്ട് എൻ ആൻ്റണി എന്ന് പറഞ്ഞവരാണ് മാനേജീരിയൽ പിരമിഡിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കൊണ്ടുവന്നത് തന്നെ. ദെൻ അതായത് മാനേജീരിയൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ടോപ്പ്, മിഡിൽ, ബോട്ടം എന്ന് കാണിച്ചിട്ടുള്ള ഒരു ഡയഗ്രാം. ആൻഡ് ഹീ കോൺട്രിബ്യൂട്ടഡ് എ ന്യൂ ക്ലാസിഫിക്കേഷൻ ടു ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ദീസ് ലെവൽ. അതുപോലെ തന്നെ അദ്ദേഹം ഈ മാനേജീരിയൽ പിരമിഡ് കൊണ്ടുവന്നതിന് പുറമെ ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ കൂടെ ഈ മാനേജ്മെൻറ്റ് ലെവലിന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിൽ, ഈ പറയുന്ന ലെവലുകൾ പെർഫോം ചെയ്യുന്ന പ്ലാനിങ് ആക്ടിവിറ്റീസും കൺട്രോളിങ് ആക്ടിവിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയതായിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ള ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസിഷൻ സ്ട്രക്ചറും ഇൻഫർമേഷൻ സിസ്റ്റമാണ് കാണിച്ചിട്ടുള്ളത് 3 തരത്തിലുള്ള ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ. 3 മാനേജ്മെൻറ്റ് ലെവൽ ഏതാണ്? അപ്പോൾ ഈ പിരമിഡിൽ എന്താ കാണിച്ചിരിക്കുന്നത്, സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് ടോപ്പ് മോസ്റ്റിൽ വരുന്നത്. അവിടെ ഉള്ള ആൾക്കാരായിരിക്കും ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ്സും ആയിരിക്കും. മിഡിൽ ലെവലിൽ ടാക്ടിക്കൽ മാനേജ്മെൻറ്റ്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, സെൽഫ് ഡയറക്റ്റഡ് ടീംസൊക്കെ ആയിരിക്കും. ഏറ്റവും ലോ ലെവലിൽ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റിലുള്ളത് ഓപ്പറേഷൻസ് മാനേജറും സെൽഫ് ഡയറക്റ്റഡ് ടീംസ് ആയിരിക്കും. അപ്പോൾ ഡിസിഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് എന്തായിരിക്കും,
എങ്ങനെയായിരിക്കും ഇവർ ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്ട്രാറ്റജിക് ലെവലിലാണ്, ടോപ്പ് ലെവലിലാണെന്നുണ്ടെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിരിക്കും ഡിസിഷൻസ് എന്ന് പറയുന്നത്. അതായത് അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പ്രോഗ്രാംഡ് എന്താണ്, സ്ട്രക്ചേർഡ് എന്താണെന്ന്. പ്രോഗ്രാംഡ് ഡിസിഷൻസിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഡിസിഷൻ എന്ന് പറയുക, നോൺ പ്രോഗ്രാംഡിന് അൺസ്ട്രക്ചേർഡ് എന്നും പറയും കേട്ടോ. അപ്പോൾ അതാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലാത്ത, പ്രീ ഡിറ്റർമിൻ ചെയ്യാത്ത അങ്ങനത്തെ ഡിസിഷൻസ് ആയിരിക്കും അവിടെ അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം എന്താ, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. ഓക്കെ. പിന്നെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റിൽ സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതായിരിക്കും ഡിസിഷൻ സ്ട്രക്ചർ. ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണ് ആവശ്യം, MISൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ സ്ട്രക്ചേർഡ് ഡിസിഷൻ ആയിരിക്കും, കാരണം ഡേ ടു ഡേ അല്ലെങ്കിൽ റുട്ടീൻ ആക്ടിവിറ്റീസാണ് അവിടെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള നേച്ചറിൽ നമ്മൾ പ്രോഗ്രാംഡ് ഡിസിഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആണ് അവിടെ എടുക്കേണ്ടുള്ളൂ. ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും, സിസ്റ്റത്തിൽ പ്രോബ്ലംസ് അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ ജനറേറ്റ് ആവും ചെയ്യും. അപ്പോൾ അവിടെ വരുന്ന ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇതിൽ ഫസ്റ്റ് വൺ, ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് വേണ്ട ഇൻഫർമേഷൻ സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ് ഇസ് ടു സൂപ്പർവൈസ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്. ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്താണ്, അവിടുത്തെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനെയൊക്കെ നോക്കി നടത്തുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോവുക. ദേ മേക്ക് യൂസ് ഓഫ് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിസിഷൻ റൂൾസ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്, അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. അതായത് മുൻകൂട്ടി തീരുമാനിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡിസിഷൻ റൂൾസ് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് അവിടെ അപ്ലൈ ചെയ്താൽ മതി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നുള്ളൂ. ദെൻ എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് ഡിസിഷൻസ് ആർ പ്രോഗ്രാമബിൾ. ഇവിടെ എടുക്കുന്ന മിക്ക ഡിസിഷൻസും എന്താണ്, പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആയിരിക്കും, കാരണം റുട്ടീൻ നേച്ചറിലുള്ളതായിരിക്കും. ആൻഡ് ദീസ് പ്രൊസീജിയേഴ്സ് ടു ഫോളോ ആർ ക്വൈറ്റ് സ്റ്റേബിൾ. അപ്പോൾ ഇങ്ങനെ ഇവർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്, എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറിലുള്ളതാണ്. ആൻഡ് ദേ സൂപ്പർവൈസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അവർ അവിടെ ഓർഗനൈസേഷനിലെ ദൈനംദിന കാര്യങ്ങളൊക്കെ ആയിരിക്കും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവുക, മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക എന്ന്. The information source of operational control mainly comes from the internal data generated from the transactions. അപ്പോൾ ഈ ഓപ്പറേഷണൽ ലെവലിലുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ എവിടെ നിന്നാണ് കിട്ടുക, ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഇൻറ്റേർണലി ജനറേറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ നിന്നുമായിരിക്കും അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആവുക. അപ്പോൾ ഇൻറ്റേർണൽ ഡാറ്റയാണ് അവർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റ്. സോ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മാനേജ്മെൻറ്റ് കൺട്രോൾ ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ബൈ മാനേജേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ് ടു മെഷർ പെർഫോമൻസ്, decide control actions, formulate new decision rules to be applied to operational personnel, and they require information only in summary form. അപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ, സമ്മറി രൂപത്തിലുള്ള ഇൻഫർമേഷൻ മാത്രമേ, അതായത് വല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനൊന്നും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റുകാർക്ക് ആവശ്യമില്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഈ പ്രോഫിറ്റ് സെൻറ്റേഴ്സിന് അല്ലെങ്കിൽ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ കൺട്രോളിങ് റെമഡിയൽ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പുതിയ ഡിസിഷൻ റൂൾസ് ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവർക്ക് ഇൻഫർമേഷൻ ആവശ്യം. And information must be processed so that trend may be observed, reasons for variation may be ascertained, and consequently remedial actions are taken. അപ്പോൾ ഇൻഫർമേഷൻ ഇവിടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ട്രെൻഡ്, ആക്ടിവിറ്റീസിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനും, അഥവാ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള റീസൺ കണ്ടെത്താൻ വേണ്ടിയിട്ടും അതിന് ആവശ്യമായിട്ടുള്ള റെമഡിയൽ ആക്ഷൻസ് എടുക്കാനും എല്ലാം സഹായിക്കും. Therefore, decisions at management control ലെവലിൽ സെമി സ്ട്രക്ചേർഡ്. അതുകൊണ്ട് തന്നെ ഈ ലെവലിലുള്ളത് എന്താണ്, സെമി സ്ട്രക്ചേർഡ് ആണ്. മീൻസ് കുറച്ച് സ്ട്രക്ചേർഡ് ആണ്, എന്നാൽ കുറച്ച് ഡിസിഷൻ റൂൾസൊക്കെ കൂടുതലായിട്ട് കണ്ടെത്തി അല്ലെങ്കിൽ പുതിയതായിട്ട് ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നുണ്ട്. ദെൻ മാനേജ്മെൻറ്റ് കൺട്രോൾ മേക്സ് യൂസ് ഓഫ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ. ഇൻറ്റേർണൽ ഡാറ്റയും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, അല്ലെങ്കിൽ ഈ ലെവലിൽ എക്സ്റ്റേണൽ ഡാറ്റയും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ബൈ ഓപ്പറേഷൻസ് ആൻഡ് ദ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ്സ് ഡിഫൈൻഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്
ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പറേഷൻസും പ്ലാൻസും ബഡ്ജറ്റും ഒക്കെ എന്താണ് ഇവരുടെ ഇൻറ്റേർണൽ ഡാറ്റയിൽ പെട്ടതാണ്. ആൻഡ് ദർ മേ ബി സം എക്സ്റ്റേണൽ ഡാറ്റ കളക്റ്റഡ് ഫ്രം ദി ബിസിനസ് എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിൽ, അതായത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റൽ, സോഷ്യൽ, കൾച്ചറൽ അങ്ങനെയുള്ള ചുറ്റുവട്ടത്തിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് എക്സ്റ്റേണൽ ഡാറ്റ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം. So, the purpose of strategic planning is to formulate strategies to achieve organizational goals and they make long-term plans. നമുക്കറിയാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അവരുടെ സ്ട്രാറ്റജിക് ഡിസിഷൻ അല്ലെങ്കിൽ അവർ നടത്തുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്, അവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്, അവരുടെ ഓർഗനൈസേഷൻ്റെ എൻ്റയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് അച്ചീവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിന് വേണ്ട പ്ലാനുകൾ, ലോങ് ടേം പ്ലാനുകൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ തീരുമാനിക്കുക. സോ ദീസ് ഡിസിഷൻസ് ഒക്കെ ഓൺലി വൺസ് ഇൻ എ വൈൽ. നമുക്കറിയാം ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഒരു ഓർഗനൈസേഷൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചാൽ ആ സ്ട്രാറ്റജി തന്നെ വേണം കുറച്ച് കാലത്തേക്ക് ഫോളോ ചെയ്യാൻ. അല്ലാതെ സ്ട്രാറ്റജീസും ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരുന്നാൽ അത് ശരിയാവില്ല, ഓർഗനൈസേഷനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ദേ ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റേണൽ ഡാറ്റ സച്ച് ആസ് കോമ്പറ്റീറ്റേഴ്സ് പോളിസി, മാർക്കറ്റ് കണ്ടീഷൻസ്, ഗവൺമെൻറ് പോളിസീസ് എക്സെട്ര ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പറഞ്ഞു ഏറ്റവും ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഇൻറ്റേർണൽ ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എക്സ്റ്റേണലും ഇൻറ്റേർണലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ് ആണെങ്കിൽ മെയിനായിട്ട് എക്സ്റ്റേണലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ, അതായത് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും പോളിസീസും, പിന്നെ മാർക്കറ്റിലെ സ്ഥിതികൾ എന്തൊക്കെയാണ്, ആ കണ്ടീഷൻസ്, ദെൻ കോമ്പറ്റീറ്റേഴ്സ്, ഇവരുടെ തന്നെ റൈവൽ ഫേംസ് ഉണ്ടായിരിക്കും, അവർ എന്തൊക്കെ പോളിസിയാണ് അവർ ഫോർമുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ്, ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷനും സ്ട്രാറ്റജീസും ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ദാൻ ദേ റിക്വയർ സമ്മറൈസ്ഡ് ഡാറ്റ ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ്. ഇവർക്കും എങ്ങനത്തെ ഡാറ്റയാണ് ആവശ്യം, സമ്മറൈസ്ഡ് രൂപത്തിലുള്ള ഡിസിഷൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ സമ്മറൈസ്ഡ് ഫോമിലായിരിക്കണം വേണ്ടത്. പല പല സോഴ്സിൽ നിന്നായിരിക്കും ഇത് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് MIS കനോട്ട് ബി അപ്ലൈഡ് ഇഫക്റ്റീവ്ലി അറ്റ് ദ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ലെവൽ. നമുക്ക് ഈ MIS ഈ പറയുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ അത്ര ഇഫക്റ്റീവായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിക്കോളണമെന്ന് ഇല്ല. Okay, the success of strategic decisions depend on the skills, experience and judgment ability of the human decision makers in interpreting and data and information. അതായത് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ആ ഒരു ലെവലിലുള്ള ഡിസിഷൻ മേക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിരിക്കും, ചീഫ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും അവിടെ ഡിസിഷൻ എടുക്കുക. അവരുടെ സ്കില്ല്, കഴിവ്, പൊട്ടൻഷ്യാലിറ്റി, എക്സ്പീരിയൻസ്, ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതനുസരിച്ചിട്ടാണ് അവർ പല എക്സ്റ്റേണൽ ഡാറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും. അതിനൊക്കെ ശേഷമായിരിക്കും അവർ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ഒരു കഴിവിനെയും അതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവിടെ എടുക്കുന്ന സ്ട്രാറ്റജിക് ഡിസിഷൻസിൻ്റെ സക്സസ്സും ഫെയിലിയറും. അതുകൊണ്ട് തന്നെ ഈ ലെവലിലുള്ള ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആർ അൺസ്ട്രക്ചേർഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ്. അതായത് സ്ട്രക്ചേർഡ് ആയിരിക്കില്ല, നേരത്തെ കൂട്ടി തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഡിസിഷൻ റൂൾസോ ആൽഗോറിതംസോ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കില്ല. ഇവിടെ ആദ്യം തൊട്ട് തന്നെ നമ്മൾ അനാലിസിസും മറ്റും നടത്തി ഡാറ്റ കളക്ട് ചെയ്ത ശേഷം വേണം തീരുമാനങ്ങൾ എടുക്കാനും ഡിസിഷൻ റൂള് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഡിസിഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും. സോ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.